നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലിയേക്കര പിരിവ് കേന്ദ്രത്തിന് ടോൾ പിരിവ് കേന്ദ്രത്തിന് മുന്നിലാണ്. രസകരമായ കാര്യങ്ങളാണ് ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരന്തരമായ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പൊതുകാര്യ പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമൊക്കെയായ ഷാജി കെ കോടൻകണ്ടത്ത് എന്നയാൾ അദ്ദേഹം ഒരു പെറ്റീഷൻ കൊടുത്തു കോടതിയിൽ. ഇവിടുത്തെ ടോൾ പിരിവ് നിരോധിക്കണം. കാരണം ഇത്രയും അധികം നീണ്ട് വാഹനങ്ങൾ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ടോളിന് യാതൊരു പ്രസക്തിയുമില്ല, തന്നെയല്ല വഴി വളരെ മോശമാണ്, അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കുറച്ച് കാലമായിട്ട് അതിൻ്റെ വാദം കേട്ടുകൊണ്ടിരുന്ന കോടതി കഴിഞ്ഞ ദിവസം ഒരു ഗംഭീരമായ പ്രസ്താവന നടത്തി. അതായത് ഇവിടെ യാതൊരു തിരക്കുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി ദേശീയപാത അതോറിറ്റി ഒരു ചിത്രം കൊണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു ജഡ്ജിക്ക്. അതിൽ ഒരു വാഹനം പോലും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു നിരത്താണ് കാണിച്ചത്, അല്ലെങ്കിൽ ഒരു ടോൾ പിരിവ് കേന്ദ്രമാണ് കാണിച്ചത്. അപ്പം ജഡ്ജി ഒരു ഉഗ്രൻ പരാമർശം നടത്തി. ഇത് വന്യജീവി ഫോട്ടോഗ്രാഫർ എടുത്ത പടമാണോ എന്ന്. അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മളങ്ങനെ കാത്തിരുന്നാണല്ലോ ഒരു സിംഹത്തിനെ കിട്ടുന്നത് വന്യജീവി ഫോട്ടോഗ്രാഫർക്ക്. അങ്ങനെ കാത്തിരുന്ന് വാഹനങ്ങളില്ലാത്ത സമയം നോക്കിയെടുത്ത ചിത്രമാണോ എന്ന് ചോദിച്ച് ജഡ്ജസ് കെ വിനോദ് ചന്ദ്രൻ കളിയാക്കിയുണ്ടായി. ഗംഭീരമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. എന്തായാലും തൽക്കാലം പോയി പിരിവൊക്കെ നിർത്തിവെക്കുക എന്ന് അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ സ്വതന്ത്രമായിട്ട് വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മളിങ്ങോട്ട് വരുമ്പോൾ 1.25 കിലോമീറ്ററാണ് ഈ ടോൾ പിരിവ് കേന്ദ്രത്തിലേക്ക് എന്നൊരു ബോർഡ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നത് പിരിവ് കേന്ദ്രത്തിലേക്ക് എന്നാണ്. അതുപോലെയുള്ള ഗുണ്ടായിസമായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ എല്ലാം പോയി, ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ടോൾ പിരിവ് കേന്ദ്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ കൊല്ലങ്കോട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആ കൊല്ലങ്കോട് നമ്മൾ കാണുന്നത് ഈ ഒരു വാഹനത്തിലാണ്. അതായത് Volkswagen Tiguan 1 ലിറ്റർ TSI എഞ്ചിനോട് കൂടിയ ഈ ഒരു വാഹനത്തിലാണ് നമ്മൾ കൊല്ലങ്കോടേക്ക് പോകുന്നത്. കൊല്ലങ്കോട് അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഈ വാഹനത്തിൻ്റെ നിറം വളരെ പുതിയതാണ്. പുതിയതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും Volkswagen. കാരണം 2021 ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയ നമ്മുടെ പോളോയിലായിരുന്നു ഈ ഫ്ലാഷ് റെഡ് എന്ന് പറയുന്ന നിറം അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ഇപ്പോഴാണ് ഒരു Volkswagen വാഹനത്തിൽ ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും രസകരമായി നമ്മൾ ഇവിടം വരെയൊക്കെ വാഹനം ഓടിച്ചു വന്നു. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു മൈലേജ് ചാമ്പ്യനായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് 29.8 കിലോമീറ്റർ പെർ ലിറ്ററാണ് ഇതിനൊരു എൻഡുറൻസ് ടെസ്റ്റിൽ കിട്ടിയത്. പക്ഷേ ഒരു സ്ഥിരം നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ അതൊന്നും കിട്ടണമെന്നില്ല. എങ്കിൽ പോലും നമുക്ക് മൈലേജ് ഒന്ന് നോക്കേണ്ടതുണ്ട്. മൈലേജ്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, എഞ്ചിൻ 1 ലിറ്റർ TSI എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലങ്കോടിൻ്റെ മനോഹാരിത ഒന്ന് നുകരുകയും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര പുറപ്പെടാം. അപ്പോൾ എന്തായാലും ബൈ പാലിയേക്കര പിരിവ് കേന്ദ്രം പോവാം. നമസ്കാരം. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊക്കെ കാരണക്കാരനായ ഷാജി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് കേസ് കൊടുത്തത്. എന്തായാലും ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഇതാണ്. അത് തീർച്ചയായിട്ടും വളരെ അഭിനന്ദനം അർഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. കോടിക്കണക്കിന് രൂപ ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ലാഭിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ പതിവ് പോലെ ഇന്ത്യൻ കോഫി ഹൗസ് തപ്പിയെടുത്ത് പട്ടിക്കാട് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പോവുകയാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് പല സ്ഥലത്തും ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ പണി നടക്കുന്നതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ തൃശ്ശൂർ പാലക്കാട് ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ അത് പണിത് തീർന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് ബോധോദയം വരുന്നത്. ഫ്ലൈ ഓവറിൻ്റെ സമയമായി, അവിടെ ഇവിടെ ഫ്ലൈ ഓവർ വേണമെന്നൊക്കെയുള്ള കാര്യം. ഇതൊക്കെയാണ് നമ്മളൊരു 100 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് എപ്പോഴും റോഡ് പണിയണം എന്നൊക്കെ വിദേശ രാജ്യങ്ങളിലൊരു പറയാനുള്ള കാരണം ഇതാണ്. ഇതിപ്പോൾ പണിത് 20 വർഷം പോലും ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ വീണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഫ്ലൈ ഓവറിൻ്റെയൊക്കെ പണി നടക്കുകയാണ്. യാതൊരു വെളിവുമില്ലാത്ത ഭരണാധികാരികളുടെ ഒരു പ്രശ്നമാണ് ഇതെല്ലാം. ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികൾ, അതെവിടെയായാലും, കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഒരു സ്ഥലത്തും ഇല്ല. നമുക്ക് അത്തരം കാര്യങ്ങളിലൊന്നും രക്ഷയില്ല എന്നാണ് നമ്മുടെ ഓരോ റോഡ് യാത്രയും നമ്മൾ ഓർപ്പിക്കുന്നത്. വീണ്ടും ഇവിടെ എത്തി. ഇതിപ്പോൾ നമ്മൾ പട്ടിക്കാട് കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ പണി നടക്കുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ കുതിരാൻ ടണലിൻ്റെയൊക്കെ അടുത്തേക്ക് എത്തുന്തോറും നമുക്ക് സഹ്യപർവ്വതം ഇങ്ങനെ കണ്ടു തുടങ്ങും. അവിടെ ഇപ്പം മിസ്റ്റ് കയറി കിടക്കുന്നു. ഇപ്പം പാലക്കാട് ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു. പക്ഷേ ഇന്ന് റെഡ് അലേർട്ടല്ല. ഇന്നലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചപ്പോൾ മഴ പെയ്തില്ലെന്നാണ് കേട്ടത്. പക്ഷേ ഇന്ന് റെഡ് അലേർട്ടൊന്നും ഇല്ലാത്ത ദിവസം രാവിലെ തൊട്ട് മഴയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് വെയിൽ വന്നത്. അപ്പോൾ നമ്മൾ കുതിരാൻ പിന്നിടുകയാണ്. കുതിരാൻ ടണലിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ഏതായാലും 2 ടണലും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒരു ടണൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു.
എന്തൊക്കെ പറഞ്ഞാലും പാലക്കാടിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. ഇവിടുത്തെ വീടുകളായാലും എന്ത് രസം നോക്കി. ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് അത് പശുത്തൊഴുത്തും കാര്യങ്ങളും വീടും ഒക്കെ കൂടെയാണ്. നല്ല ഭംഗിയുണ്ട്. ആ വീടിന് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ലുക്ക് നല്ല ഭംഗിയുണ്ടാവും. ഇതൊക്കെ മിക്കവാറും പല മലയാള സിനിമകളിലൊക്കെ വന്നിട്ടുള്ളതായിരിക്കും, നമുക്ക് കണ്ടിട്ട് മനസ്സിലാകാത്തതായിരിക്കാം. ഏതായാലും റൈറ്റ് സൈഡിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നല്ല പച്ചപ്പും അതോടൊപ്പം തന്നെ മല നിരകളുമൊക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴി തിരിഞ്ഞു. അതായത് നമ്മൾ നേരെ കൊല്ലങ്കോടാണ് ഉദ്ദേശിച്ചതെങ്കിലും മംഗലം ഡാമിൻ്റെ ബോർഡ് കണ്ടപ്പോൾ എന്നാൽ ഒന്ന് മംഗലം ഡാമും കൂടെ നോക്കാമെന്ന് വെച്ചു. വടക്കാഞ്ചേരിയിൽ നിന്ന് ഏതാണ്ട് 13-14 കിലോമീറ്ററാണ് മംഗലം ഡാമിലേക്ക്. അപ്പം ഞാൻ ആ മംഗലം ഡാം പോയിട്ടില്ല. എന്നാൽ പിന്നെ അതുകൂടി ഒന്ന് കണ്ടിട്ടാകാം കൊല്ലങ്കോടേക്കുള്ള പോക്ക് എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എവിടെയും പച്ചപ്പ്, കേരളത്തിൻ്റെ യഥാർത്ഥ പച്ചപ്പ് നമ്മൾ ഇവിടെയാണ് കാണുന്നത്. നല്ല രസമുള്ള വഴികളും കേരളത്തിൽ ഇപ്പോൾ അപൂർവമായി മാത്രം കാണാൻ പറ്റുന്ന കുഴിയില്ലാത്തൊരു റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. നമ്മൾ മംഗലം ഡാമിനെ സമീപിക്കുകയാണ്. മംഗലം ഡാം എവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ധാരണയില്ലാത്തത് മൂലം നമ്മളങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഡാം പിടികൂടുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. ചെവിടിൻ്റെ ശബ്ദവും കാടിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്, കാടിൻ്റെ മണം. മംഗലം ഡാമിൻ്റെ റിസർവോയർ നമ്മളിവിടെ കാണുന്നത്. ഏതൊരു റിസർവോയറും പോലെ ഭംഗിയുള്ള സംഭവം പോത്തുണ്ടി ഡാമിൻ്റെയൊക്കെ റിസർവോയർ പോലെ തന്നെ ഭംഗിയുണ്ട്. പക്ഷേ ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അവിടെ ഒരു കടയിലൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്, ആ ചേട്ടനോട് ചോദിക്കാം. എന്തായാലും ഇതാണ് ആ ഒരു റിസർവോയർ. മംഗലം റിവറിൻ്റെ ഒരു പോഷക നദിയാണ് ചെറുകുന്നപ്പുഴ. അതിൻ്റെ മുകളിലാണ് ഈ ഡാം കെട്ടിയിരിക്കുന്നത്. ഇതിൽ 7,18,000 മീറ്റർ സ്ക്വയർ കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ. ഈ ഡാമിന് വെള്ളത്തിൻ്റെ കപ്പാസിറ്റി അത്രയുണ്ട്. എന്നാലും ബാക്ക്ഗ്രൗണ്ടിൽ ആ കാണുന്ന മലനിരകൾ എന്ന് പറയുന്നത് നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതി മലയാണ്. ആ മലനിരകളാണ് ആ കാണുന്നത്. സഹ്യപർവ്വതത്തിൻ്റെ ഭംഗിയുള്ള ഒരു ഭാഗം. ആ ഡാമിൻ്റെ മുകളിൽ നടക്കാൻ പറ്റുമോ? നടക്കാമല്ലേ? നടക്കാം ആണല്ലേ? അപ്പോൾ കയറാൻ പറ്റും. ഡാമിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് വരാം. എന്തായാലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വാഹന ഗതാഗതം ഡാമിൻ്റെ മുകളിൽ നിരോധിച്ചിരിക്കുന്നുവെന്ന്. എന്തായാലും നമുക്ക് നടന്ന് കാണാൻ തോന്നുന്നു. ഇവിടുന്ന് അതങ്ങനെ വളഞ്ഞു പോവുകയാണ് ഡാം. ഇവിടുന്നാണ് ആ ഒരു ഭംഗിയുള്ള വ്യൂ കിട്ടുന്നത്. എന്തായാലും വടക്കാഞ്ചേരി മുതൽ പിന്നെ അങ്ങോട്ട് പൊള്ളാച്ചി വരെയാണ് ഈ കേരളത്തിൻ്റെ തമിഴ്നാട്ടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭൂവിഭാഗം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവിടെ എല്ലാം ഇങ്ങനെ അതിരിട്ടുകൊണ്ട് സഹ്യോദം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള എന്താണ് ഡാം സൈറ്റുകളും റിസർവോയർ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ എനിക്ക് ഭയങ്കര രസമുള്ളൊരു സാധനം ഞാനിങ്ങനെ വായിച്ചു. സാറിന് അതിൽ നമ്മൾ ഈ വിക്കിപീഡിയയിലൊരു സ്ഥലത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു വിവരണമായിരിക്കും കിട്ടുക. അല്ലാതെ അതിലൊന്നും അങ്ങനെ വലിയ കാവ്യാത്മകതയൊന്നും കാണാറില്ല. പക്ഷേ കൊല്ലങ്കോടിനെ പറ്റിയുള്ള വിക്കിപീഡിയ വായിച്ചപ്പോൾ നല്ല രസമുള്ള എന്താണ് വാചകങ്ങൾ, ഒരു കവിത തന്നെയാണ് കണ്ടത്. അതായത് ഇതാണ്: നെൽവയലുകളുടെ പച്ചപ്പരപ്പ്, പാടവരമ്പുകളിൽ പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും, ഓലമേഞ്ഞ പുരകൾ, ഇല്ലിയും പൂച്ചെടികളും കൊണ്ട് തീർത്ത വേലിക്കെട്ട്, സഞ്ചരിക്കുന്ന വാഹനം ടൈം മെഷീനാണോ എന്ന് സഞ്ചാരികൾക്ക് തോന്നിപ്പിക്കുന്ന പാലക്കാടൻ ഗ്രാമ കാഴ്ചകൾ. ഇന്നലെകളിലെ കേരളത്തിൻ്റെ ഗ്രാമത്തിനിമ ഇന്ന് നിലനിർത്തുന്ന കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വിക്കിപീഡിയ പറയുന്നത്. എന്തായാലും അത് എഴുതിയ ആൾക്ക് ഒരു നമോഭാഗം പറയുന്നു. കാരണം അത്രയും സുന്ദരമായിട്ടൊരു ഗ്രാമത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അതും വിക്കിപീഡിയയിലാണെന്ന് ആലോചിക്കണം.
അപ്പോൾ ശ്യാമേ താഴെ വീഴാതെ ഷൂട്ട് ചെയ്തോണേ. ഡാമിൻ്റെ മുകളിൽ താഴെ വീണ് അവസാനം എനിക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാനൊന്നും വയ്യ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൊല്ലംകോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇപ്പം നമ്മളൊരു ഇടയ്ക്ക് മംഗലം ഡാം എന്ന് പറഞ്ഞൊരു ലെഫ്റ്റിലേക്ക് ഒരു വര കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറി പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയാണ് ഈ കൊല്ലംകോട് വീണ്ടും ജനശ്രദ്ധ ആകർഷിച്ചത്. നമ്മളൊക്കെ പണ്ടേ വന്ന് പലതവണ വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ എന്തായിരുന്നു പോളിടെക്നിക് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ചാക്കോച്ചനെയും ഭാവനയും കാണാൻ വേണ്ടി മുമ്പ് ഞാൻ കൊല്ലംകോട് വരികയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാഗസിന് വേണ്ടി ഒരു ട്രാവലൊക്കെ ചെയ്തിട്ട് അന്നേ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണ് കൊല്ലംകോടെന്ന്. കൊല്ലംകോട് മാത്രമല്ല പാലക്കാടിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അതാ ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ് മംഗലം ഡാമിൻ്റെ അറ്റം. ഇതൊരു ഡാമാണെന്ന് പോലും തോന്നിക്കാത്ത രീതിയിൽ റോഡിലൂടെ നടക്കുന്ന പോലെ ഉള്ളൂ, പക്ഷേ ഇതൊരു എർത്ത് ഡാമാണ്. ഇവിടെ കാര്യമായ രീതിയിൽ കൈതച്ചക്ക കൃഷിയുണ്ട്. കൈതച്ചക്ക ലോറിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മംഗലം ഡാം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഓഫീസ് കാണുന്നുണ്ട്. നമ്മളപ്പോൾ മംഗലം ഡാം കഴിഞ്ഞിട്ട് കാടപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. അത് വടക്കാഞ്ചേരിയുള്ള ശ്യാമിൻ്റെ ഒരു ഫ്രണ്ട് രതീഷാണ് നമുക്ക് പറഞ്ഞു തന്നത്. കാടപ്പാറ ഇവിടം വരെ വന്നെങ്കിൽ കാടപ്പാറ പോയിട്ട് പോകണമെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വൈൽഡ് ലൈഫ് ക്രോസിംഗ് സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കാടാണെന്ന് മനസ്സിലായി. അപ്പോൾ കാടപ്പാറ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്, വാട്ടർഫോളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ വഴിയും കൂടി ഒന്ന് കയറാൻ 10 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇത് ശരിക്കും നല്ലൊരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ തടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ തടി ഡിപ്പോയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കയറ്റമൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, ഇതിനെപ്പറ്റി നല്ല പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സ്ഥലത്തൊക്കെ ഇനിയും കൂടുതൽ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ. നമ്മളൊക്കെ ഈ ആരോടെങ്കിലൊക്കെ ചോദിച്ചും പിന്നെന്താ നെറ്റിൽ സെർച്ച് ചെയ്തൊക്കെ ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. പക്ഷേ ഒരുപക്ഷെ നമ്മളൊന്നും കാണാത്ത ഹിഡൻ ജംസ് ഉണ്ടാകും ഇവിടെയൊക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തായാലും ഈ ഒരു കയറ്റത്തിലൊക്കെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവ്, അതിനെപ്പറ്റി സത്യം ഞാൻ പറഞ്ഞില്ല, കാരണം നമ്മളിങ്ങനെ ആസ്വദിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. ഇത്തരം ഏതൊരു തരത്തിലുള്ള റോഡിലും ഇപ്പോൾ നമ്മൾ ഹൈവേയിൽ നല്ല ഗംഭീരമായ ഹൈവേയിലൂടെ ഓടിച്ചു, വളരെ മോശം കുഴി നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ ഓടിച്ചു, ഇപ്പോൾ അതാ ഹൈ റേഞ്ച് പോലെ തോന്നിക്കുന്ന സ്ഥലങ്ങളിലൂടെ ഓടിക്കുന്നു. എല്ലാ സ്ഥലത്തും ഒരേ ഡ്രൈവബിലിറ്റി തരുന്നുണ്ട്. അതിപ്പം ഫോക്സ് വാഗൻ്റെ വാഹനമായതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയാനില്ല. എന്നാൽ ആ ഒരു സ്റ്റെബിലിറ്റിയും പിന്നെ ആ ഒരു ഈസ് ഓഫ് ഡ്രൈവ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു വാഹനം ഓടിക്കുന്ന ഒരു ആയാസം ഒന്നും തോന്നാത്ത രീതിയിൽ അത് ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ ഈ ഒരു എൻജിൻ്റെ ഒരു റെസ്പോൺസും എല്ലാം കൂടി ചേർന്നാണ്. കേട്ടത്തേക്ക് അത് ശരി. അപ്പോൾ ഈ കടപ്പാറ നമ്മൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാനെ എന്ന് പറഞ്ഞില്ലേ. കാരണം വെച്ചാൽ ഇവിടെ ഗൂഗിൾ മാപ്പ് ഒന്ന് വിട്ടിട്ട് എല്ലാം തെറ്റിച്ചാണ് കാണിക്കുന്നത്. ഇനി എൻ്റെ കുറ്റാണോ മാപ്പിൻ്റെ കുറ്റാണോ അറിഞ്ഞൂടാ. എന്തായാലും അവിടെ ഇവിടെയൊക്കെ വഴി തെറ്റിച്ച് കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം കയറിപ്പോയ വഴി കൂടെ തന്നെയാണ് പോകേണ്ടത്. അത് തെറ്റിച്ച് കാണിച്ച് നമ്മൾ ഇറങ്ങി വന്നിട്ട് വീണ്ടും ഇപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചു, അദ്ദേഹം അതേ വഴി തന്നെ പറഞ്ഞത്. ഇപ്പോൾ അതുവഴി ഒന്ന് പോകാൻ പോവാണ്. ഇപ്പോൾ മാലിന്യങ്ങൾ വന്യമൃഗങ്ങളെ ആകർഷിക്കുമെങ്കിൽ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ പുലി ഇറങ്ങേണ്ട കാലം കഴിഞ്ഞു. മൊത്തം മാലിന്യങ്ങളാണല്ലോ നമ്മുടെ കൊച്ചി നഗരത്തിൽ. എന്തായാലും ആദ്യമായിട്ടൊരു പുലിയുടെ വന്നു പെട്ടാൽ പിന്നെ എല്ലാ പുലികളെയും വിളിച്ചോണ്ട് വരും. അത്രയധികം മാലിന്യങ്ങളുണ്ട്. എന്തായാലും കിട്ടില്ല മഴ കേട്ടോ. കണ്ടോ, ശരിക്കും പാലക്കാടിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഉണ്ടെന്നും. അവിടെ നോക്കിയാൽ പച്ചപ്പ് കണ്ടോ. ഇവിടുത്തെ ഈ ഇരുട്ടും അവിടുത്തെ ആ പച്ചപ്പും എല്ലാം കൂടി ഒരു വല്ലാത്ത ലോകമാണ് കേട്ടോ. എന്താ പാലക്കാട് ഇവിടെയൊക്കെ കൃഷിപ്പണിയും ഫെൻസിങ്ങിൻ്റെ പണിയും നടക്കുന്നുണ്ട്. അത് വലിയ എസ്റ്റേറ്റ് ആട്ടോ ഇത്. എന്തായാലും വന്യമൃഗശല്യം ഉണ്ടെന്ന് ഉറപ്പാണ്. കാരണം ഇലക്ട്രിക് ഫെൻസിങ് ആട്ടോ എല്ലായിടത്തും. തന്നെയല്ല നമ്മുടെ ഈ വഴി ഇങ്ങോട്ട് ഈ ഒരു സ്ഥലത്തെപ്പറ്റി പറഞ്ഞു തന്ന ശ്യാമിൻ്റെ ഫ്രണ്ട് രതീഷും പറഞ്ഞിരുന്നു രാത്രിയിലൊക്കെ ഇവിടെ നല്ല വന്യമൃഗശല്യം ഉണ്ടെന്നുള്ള കാര്യം. മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, വളരെ ചെറിയ പ്രാണികൾ, ഇൻസെക്ട്സ് ഉണ്ട് ഇഷ്ടം പോലെ, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു. അതിനൊക്കെ ചിലതിനൊക്കെ മാരകമായ വിഷമുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ പ്രാണിയാണെന്ന് വെച്ച് നമ്മൾ അതിനെ അങ്ങനെ ഒഴിവാക്കി വിടരുത്. അതിൻ്റെ ഇടയ്ക്ക് റോഡ് സൈഡിലൊക്കെ നമ്മുടെ നാട്ടിൽ കോഴി നടക്കുന്നില്ല, മയിലിവിടെ നടക്കുന്നത്. ഒരു വിലയില്ലാത്ത മയിലാണല്ലോ മയില്.
നമ്മളിപ്പോൾ ഈ ചെറിയ വഴിക്കൂടെ വരുമ്പോൾ KSRTC ബസ് വരുന്നുണ്ട്. ഇതാ ഇപ്പം അതിൻ്റെ ഒരു സ്റ്റോപ്പ്. ഇവിടെ ഒരു ട്രൈബൽ കോളനി ഉണ്ടെന്നുള്ള കാര്യവും നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വീണ്ടും നമ്മൾ കാനനപാതയിലൂടെ യാത്ര തുടരുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ രതീഷിനെ വിശ്വസിച്ചൊക്കെ പോവാണ്. രതീഷാണ് നമ്മുടെ പോകണം ഗംഭീര സ്ഥലം എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് പൊതുവെ ഹൈ റേഞ്ചും കാര്യങ്ങളും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. സ്ഥലം അടിപൊളിയാണ്. പിന്നെ വെച്ചാൽ വെളിയിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഫുൾ വെള്ളം വീഴുന്ന ശബ്ദം, അതുപോലെ ചെറിയ ഉറവകൾ, അതോടൊപ്പം ചീവീടിൻ്റെ ശബ്ദം, അങ്ങനെ മൊത്തത്തിൽ ആംബിയൻസ് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കടപ്പാറയിലേക്ക് പോകുന്ന വഴിക്ക് എന്താ പറയുക, ഒരു ലോകാവസാനം പോലും സ്ഥലത്തെത്തി. KSRTC ബസ് അവസാനിക്കുന്ന സ്ഥലമാണെന്നാണ് മനസ്സിലായത്. ഇവിടെ നല്ലൊരു കുഞ്ഞ് അമ്പലമുണ്ട് കേട്ടോ. ചൂരുപാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. മഹാദേവ ക്ഷേത്രം ഇവിടെ നമ്മുടെ പിന്നാലെ വന്ന KSRTC ബസ് ഇവിടെ പ്രവർത്തനം അവസാനിപ്പിച്ചെന്ന് തോന്നുന്നു. എന്തായാലും രസമുണ്ട് സംഭവങ്ങൾ ഈ ഒരു സ്ഥലമൊക്കെ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. അവിടെ വരെ പോകാൻ പറ്റും, അവിടെ വരെ പോകും. ആഹാ, ഒരു കുഞ്ഞിക്ക പാലം, നല്ല രസമുള്ള പാലം. ഈ സൈഡിൽ ഒരു തകർപ്പൻ പുഴ, നല്ലൊരു മനോഹരമായ പുഴ കേട്ടോ. നിറയെ കല്ലുകളൊക്കെ വീണ് കിടക്കുന്നു. ഓടംതോട് ചാരുപാറ റോഡാണിത് നമ്മളിനി സഞ്ചരിക്കുന്നത്. ഇവിടെയും നമ്മുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ പടമുണ്ട്. ആത്മാർത്ഥമായിട്ടൊക്കെ വെച്ചിരിക്കുന്ന പടം കേട്ടോ. ഇപ്പോഴത്തെ കാലത്തെ നേതാക്കന്മാർ മരിക്കുമ്പോൾ വയ്ക്കുന്ന പോലെയല്ല. അങ്ങനെയുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് പ്രിയ നേതാവിന് വിട എന്ന് ജനങ്ങൾ വെച്ചിരിക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോവുകയാണ്. എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് നോക്കാം. ജീവിതം പോലെയാണ്, മുന്നോട്ട് കിടക്കുകയാണ് ഈ വഴി. അപ്പോൾ നമ്മൾ ഈ എറണാകുളം എന്ന് പറയുന്ന കോൺക്രീറ്റ് ജംഗിളിൽ ജീവിച്ചതിന് ശേഷം ശരിക്കുള്ള ജംഗിളിൽ വരുമ്പോൾ എന്തൊരു മനസ്സമാനാണെന്ന് അറിയുമോ? നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ ഈ ചീവീടിൻ്റെ ശബ്ദമൊക്കെ അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ അതൊക്കെ ഒരു കാടിൻ്റെ സംഗീതമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ. എന്തായാലും നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ച് വന്ന വാഹനത്തെപ്പറ്റി നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഈ വാഹനമാണ് നമ്മളെ ഇത്രയും നേരം കാത്തു സൂക്ഷിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോയെങ്കിലും ഈ ഒരു സ്ഥലം കഴിയുമ്പോഴത്തേക്കും ഫുൾ കല്ല് പാകിയ റോഡായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, കാരണം അങ്ങോട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളിവിടെ എന്തായിരുന്നു, ചൂരുപാറ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ ഈ ഒരു വനയാത്ര അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ കൊല്ലംകോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കാട്ടിൽ ഈ ഒരു ഫോക്സ്വാഗൺ ടൈഗുണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കവിതയാണ് ഓർമ്മ വന്നത്. കാടാണ് കാട്ടിൽ കടമ്പിൻ്റെ ചോട്ടിൽ കാൽ തൂക്കി ഇട്ടങ്ങിരിപ്പാണ് രാധ എന്ന കവി പാടിയതുപോലെ കാടാണ് കാട്ടിൽ പോസ്റ്റിൻ്റെ ചോട്ടിൽ ടയർ തൂക്കി ഇട്ടങ്ങിരിപ്പാണ് ടൈഗുൺ എന്നുള്ള പാട്ടാണ് ഓർമ്മ വന്നത്. ഈ ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള വാഹനം തീർച്ചയായിട്ടും ഫോക്സ്വാഗണിൻ്റെ മോഡലുകളാണ്. അതിൽ തന്നെ ഈ ഒരു ടൈഗുൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതെ. ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്രയും ദൂരം ഓടി വന്നപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും സേഫ്റ്റി ഫീലും. അതായത് ഇത് ക്രാഷ് ടെസ്റ്റിലൊക്കെ 5 സ്റ്റാർ നേടിയ വാഹനമാണ്. 40ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. തന്നെയുമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഫോക്സ്വാഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു റിലയബിലിറ്റി തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് തോന്നും. അതിൻ്റെ ഒരു സേഫ്റ്റിയും തോന്നും. ഈ വാഹനത്തിനടുത്ത് TSI 1 ലിറ്റർ TSI എഞ്ചിനാണ്. 1.5 ലിറ്ററും 1 ലിറ്ററും 2 TSI എഞ്ചിനാണ് ഫോക്സ്വാഗൺ ഗ്രൂപ്പിന് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ 1.5 നിന്നും 1 എത്തിയപ്പോൾ പലർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു, 1 ലിറ്ററിൽ എങ്ങനെ ഉണ്ടാകുന്നു. പക്ഷേ ജർമ്മൻ ടെക്നോളജിയാണ്. നമ്മൾ വിചാരിക്കുന്ന 1.5നേക്കാളും പവർ കുറഞ്ഞൊന്നും വിചാരിക്കുക വേണ്ട. നല്ല പവർഫുൾ എഞ്ചിനാണ്. തന്നെയുമല്ല, ഇത് കുറച്ചൊന്ന് നോക്കി ഓടിച്ചാൽ, അതായത് നമുക്കറിയാം ഫോക്സ്വാഗണൊക്കെ ആകുമ്പോൾ നമ്മൾ കാല് ചവിട്ടി പിടിച്ച് ഓടിക്കുള്ളൂ. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു വാഹനവും പോലെ തന്നെ മൈലേജ് ഒന്ന് ഡ്രോപ്പ് ആകും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, 29.8 വരെ ഇതിന് ടെസ്റ്റ് ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വാഹനം തന്നത് ഫീനിക്സ് കാർസ് ആണ്. നമ്മുടെ എന്താ പറയുക, മലബാർ ഏരിയയിലേക്ക് തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട് ധാരാളം ഡീലർഷിപ്പുള്ള ഫീനിക്സിൻ്റെ മുതലാളി രാജേഷിൻ്റെ അടുത്ത സുഹൃത്താണ്. രാജേഷ് എനിക്ക് ഈ വാഹനം തന്നു. അപ്പം രാജേഷിൻ്റെ നേതൃത്വത്തിൽ ഇവർ കുറേ മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 50ലധികം മൈലേജ് ടെസ്റ്റ് നടത്തിയതിൽ ഇവർക്ക് 22 to 28 മൈലേജ് കിട്ടി. പക്ഷേ ഞാനീ പറഞ്ഞല്ലോ, ഒരിക്കലും നമ്മൾ ഫ്ലോർ ചെയ്ത് ഓടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരു RPM ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു മൈലേജ് കിട്ടും. എന്തായാലും ഈ ഒരു ഫ്ലാഷ് റെഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം പോളോയിൽ കണ്ട് തിരിച്ചു വന്നിരിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രത്യേകിച്ച് ഈ പച്ചപ്പിന് നടക്ക് ഇദ്ദേഹത്തെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ടാവും. ഫോക്സ്വാഗണിൻ്റെ തനത് രീതികൾ തന്നെ നമ്മൾ ഒത്തിരി ഞാൻ വർണ്ണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു. ഫോക്സ്വാഗണിൻ്റെ ആ ഒരു മുൻഭാഗം കൃത്യമായിട്ടും ഈ ടീറോക്കിൻ്റെ ഒക്കെ മുൻഭാഗം പോലെയൊക്കെ തന്നെ തോന്നിക്കും. നല്ല ഒരു ഭംഗിയുള്ള ഗ്രില്ല്, അതിന് നടക്ക് വലിയ ലോഗോ, പിന്നെ ഗംഭീരമായ LED ഹെഡ്ലാമ്പ്, അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ വളരെ ഭംഗിയാണ്. ഈ ഒരു റെഡും അതിൻ്റെ താഴെയായിട്ട് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ താഴെയായിട്ട് കാണുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കാരണം ഞാനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വെറും കല്ല് മാത്രമുള്ള റോഡുകളായിരുന്നു. വലിയ കല്ലൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന റോഡുകൾ. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോന്നു. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും പക്ക
എന്താ പറയുക ഫോക്സ് വാഗൺ, പക്ക ഫോക്സ് വാഗൺ തന്നെയാണ് വിളിക്കേണ്ടത്. ബ്ലാക്ക് അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് GT ലൈനാണ് കേട്ടോ. GT ലൈൻ ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള GT ലൈനാണ്. അതിൻ്റെ ബാഡ്ജിങ് ആണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ ഡ്യുവൽ കളറാണ്. മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോഴും 100% ഫോക്സ് വാഗൺ. അതാണ് കൂടുതൽ ഫോക്സ് വാഗണത്വം ഇതിന് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഫുൾ ബ്ലാക്ക് ഫിനിഷും അവിടെ നടുക്ക് ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാമിലി വാഹനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നോക്കേണ്ട ബൂട്ട് സ്പേസ് ആണ്. ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ്. അതുപോലെ 60-40 ആയിട്ട് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് വീണ്ടും നമുക്ക് ധാരാളം സാധനങ്ങൾ വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് പോകാം. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത്. ഈ ഫോക്സ് വാഗൺ വാഹനങ്ങൾക്ക് പൊതുവെ ഇത്തിരി വില കൂടുതലാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇതിന് വില വളരെ കൂടുതലാണെന്നല്ല ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ ഇപ്പം നമുക്കറിയാം പോളോയ്ക്ക് പോലും അല്പം വില കൂടുതലായിരുന്നു മറ്റ് ആ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് നോക്കും. പക്ഷേ അതെല്ലാം ആ ഒരു നിർമ്മാണ നിലവാരം വിടാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടിയൊക്കെ ഒന്ന് മോശമാക്കി വേണമെങ്കിൽ വില കുറച്ച് വയ്ക്കുക. അതൊരിക്കലും ഫോക്സ് വാഗണോ അല്ലെങ്കിൽ പൊതുവെ യൂറോപ്യൻ വാഹനങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. അതാണ് ഫീനിക്സ് നമുക്ക് വാഹനം തന്ന ഡീലർഷിപ്പ്. അപ്പോൾ എന്തായാലും നമ്മൾ കാടിൻ്റെ ഹരം നുകർന്നു. കാട്ടിലൂടെയുള്ള വഴികളിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ അതിലും ഈ പറഞ്ഞ എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് എഞ്ചിനെ പറ്റി പറയാനുണ്ട്. അതുപോലെ ഇൻറ്റീരിയർ നമുക്കൊന്ന് പറയാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് കൊല്ലങ്കോട് നേരത്തെ എത്തണം. ഇപ്പോൾ തന്നെ സമയം 10:50 ഇനി നട്ടുച്ചയ്ക്ക് വളരെ ഹൈ ലൈറ്റിലൊന്നും കൊല്ലങ്കോട് കണ്ട ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി കൊല്ലങ്കോടേക്കുള്ള യാത്ര തുടരാം. അതിനുശേഷം വാഹനത്തെ പറ്റി കൂടുതൽ സംസാരിക്കുകയും ചെയ്യാം. എന്നാലും നിങ്ങൾ ഈ ഭാഗത്ത് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വരിക. മംഗലം ഡാമിൽ നിന്നും ഒരു 10 കിലോമീറ്റർ വരുമ്പോഴാണ് ഇവിടെ ഈ ഒരു കാടിന് നടുക്ക് ശരിക്കും വനദുർഗ ക്ഷേത്രം എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ക്ഷേത്രമാണ്. കുഞ്ഞു ക്ഷേത്രമാണ്, പക്ഷേ വളരെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമുക്കിനി യാത്ര തുടരാം എന്ന് തോന്നുന്നു, കാടിൻ്റെ സംഗീതവും നുകർന്നുകൊണ്ട്. നമുക്കിപ്പോൾ 20 വരെയൊക്കെ എത്തിക്കഴിഞ്ഞു. കൊള്ളാം. അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് എത്തിയിരിക്കുകയാണ്. ഗുയിസ് നമ്മുടെ പിൻഭാഗത്ത് കാണുന്നതാണ് സഹ്യവ്രതം. നല്ല ഗംഭീരമായ കാഴ്ച. ആദ്യമായിട്ട് നമ്മളിങ്ങനെ വടക്കഞ്ചേരി എന്നൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും മനോഹരമായ ദൃശ്യം കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിലിടുന്നത് പോലെ സഹ്യപർവ്വത നിരകളും അതിന് നടുവിൽ നമ്മുടെ ചുവന്ന ടൈഗുണും. ഇതാണ് ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ച. ഞാൻ മറ്റൊരു ഗംഭീരമായ കാഴ്ച കണ്ടത്, എനിക്ക് തോന്നുന്നു ഈ നാട് കാണാൻ വേണ്ടി, കൊല്ലങ്കോട് കാണാൻ വേണ്ടി ധാരാളം പേര് വരുന്നുണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കാം ഇവിടെ മനോഹരമാക്കി നിലനിർത്താൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ ഈ പാടത്തിൻ്റെ നടുക്ക് നോക്കുകയാണെങ്കിൽ ജമന്തിപ്പാടം കൂടി കാണാം. ഇതെനിക്ക് തോന്നുന്നില്ല ജമന്തിപ്പൂക്കൾ വിൽക്കാൻ വേണ്ടി വളർന്നതാണ് തോന്നുന്നില്ല. അതിനൊരു അതിടുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് അതവിടെ നിൽക്കുന്നു. ഇവിടെ കയറി ഈ പറഞ്ഞ പോലെ റീലെടുക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും അവിടെ ഏതായാലും ഒരു വേലി കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് നടുക്ക് നിന്ന് പാട്ടും പാടി റീലെടുക്കുന്നവരെ തടസ്സപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം. എന്തായാലും നെല്ലുൽപാദക പാടശേഖര സമിതി എലവഞ്ചേരി, കർഷകരുടെ എണ്ണം 95 കർഷകരൊക്കെയുള്ള ഗ്രാമം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും ഈ വാഹനത്തിൻ്റെ ഈ ഒരു റെഡ് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് നമ്മൾ പച്ചപ്പുള്ള സ്ഥലങ്ങൾ തേടി പോകുമ്പോൾ ഏറ്റവും പറ്റുന്ന ഒരു നിറമാണ് ഇതെന്ന് പറയാം. അപ്പോൾ നമ്മളിതിൻ്റെ എക്സ്റ്റീരിയറാണ് ഏകദേശമൊക്കെ ഒന്ന് കണ്ടത്. നമുക്ക് ഇൻറ്റീരിയർ കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീണ്ടും കൊല്ലങ്കോടിൻ്റെ ഉൾവഴികളിലൂടെ ഒന്ന് പോകാം. അങ്ങനെ നമ്മൾ വാഹനത്തിൻ്റെ ഉൾഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ഇഞ്ച് വലിയ സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഇൻറ്റീരിയർ, എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഒരു GT ലൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ റെഡ് ആക്സൻസ് ഒക്കെ അവിടെ ആയിട്ട് കാണാം. വളരെ വലിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇതാണെങ്കിലും ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാം വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഫോക്സ് വാഗണിൻ്റെ എല്ലാ ആപ്പുകളും ഗംഭീരമായിട്ട് അതിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. ആപ്പുകൾക്ക് വേണ്ടി തന്നെ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. ആപ്പുകളുണ്ട്. പിന്നെ സിസ്റ്റം എല്ലാ കാര്യങ്ങളും അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാത്തിൻ്റെ സെറ്റിങ്സ് നമുക്ക് ഇതിൽ കാണാം. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതിൻ്റെ സ്വിച്ചുകളൊക്കെ വളരെ ടച്ച് സെൻസിറ്റീവായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാർജിങ്ങിനായിട്ട് ധാരാളം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്.
പിന്നെ നല്ലൊരു ആംബ്രസ്റ്റിൽ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ്, ഇവിടെയും കപ്പ് ഹോൾഡേഴ്സ്, നല്ല ഒരു കീയ്. പിന്നെ സീറ്റ് വളരെ കംഫർട്ടബിളാണ്, ലെതർ സീറ്റാണ്, പക്ഷേ ഇവിടെയൊക്കെ അൽക്കാൻഡ്ര ഫിനിഷാണ് കൊടുത്തിട്ട് നല്ല ഗ്രിപ്പുണ്ട്. ഈ വാഹനത്തിന് ഇപ്പം GT ലൈനിന് 1 ലിറ്ററിൻ്റെ GT ലൈനിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും സീറ്റിനില്ല, പക്ഷേ ഹൈറ്റൊക്കെ നമുക്ക് മാനുവലി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. സ്റ്റിയറിംഗ് വീല് തനത് ഫോക്സ് വാഗണിൻ്റെ സ്റ്റിയറിംഗ് വീല് തന്നെ പല വാഹനങ്ങളും നമ്മൾ ഇതേ രീതിയിലുള്ള കണ്ടിട്ടുണ്ട്. ഇതിൽ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളും പിന്നെ ബാക്കി എല്ലാ സെറ്റിങ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് നമുക്ക് നല്ല ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ശ്യാമിന് ക്യാമറ മുകളിലിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഫോക്സ് വാഗൺ പ്രത്യേകമായി കൊടുത്തൊരു സൺറൂഫാണിത്. അങ്ങനെ മൊത്തത്തിൽ വളരെ ഭംഗിയുള്ള, വളരെ എലഗൻസോട് കൂടിയ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. സ്പേസിൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ല, ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം വീൽ ബേസ് ഉള്ള വാഹനമായതുകൊണ്ട് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. യൂട്ടിലിറ്റി ആംഗിളും ഗംഭീരമാണ്. ഈവൻ ഡോർ പാഡിലൊക്കെ നോക്കിയാലും 2 വലിയ ബോട്ടിലൊക്കെ ഞാൻ വലിയ ബോട്ടിലൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതൊക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മുൻഭാഗത്തെ പറ്റി പറയുന്നത്. ഇനി നമുക്കപ്പോൾ കൊല്ലംകോടിൻ്റെ ഇൻറ്റീരിയർ സ്പേസുകളിലേക്ക് ഒന്ന് പോകാം. ഇവിടെ നല്ല ഭംഗിയുള്ള സാധനം കണ്ടോ, ഒരു കുഞ്ഞു മാടം, ആ മാടത്തിൻ്റെ അവിടെ ഒരു കുഞ്ഞു മരവും, അതോടെ കണ്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. അപ്പോഴാണ് ശ്യാം ഓർപ്പിച്ച പിൻഭാഗത്തെ പറ്റി പറഞ്ഞില്ല. പിൻഭാഗത്താണെങ്കിലും ഏറ്റവും അധികം സ്പേസ് ഉള്ളൊരു വാഹനമാണിത്. വളരെ താഴ്ന്നാണ് സെൻട്രൽ ടണൽ, അതുകൊണ്ട് സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കാം. നല്ല വിഡ്ത്തുണ്ട്, നല്ല നമ്മുടെ ഷോൾഡർ സ്പേസ് ഒക്കെ ധാരാളമുണ്ട്, നല്ല ഹെഡ് സ്പേസും ഉണ്ട്. എന്തായാലും ഒരു പക്ക ഫാമിലി വാഹനത്തിന് ചേരുന്ന രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. ബാക്ക് സീറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് AC വെൻറ്റും കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ 3 പേരിരിക്കുന്നില്ലെങ്കിൽ നല്ലൊരു ആംബ്രസ്റ്റ് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും പക്ക ഫാമിലി വാഹനമാണ്. പക്ഷേ വാഹനം കാണുന്നതിലുപരി കൊല്ലംകോട് കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിനി കൊല്ലംകോടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. അതിന് മുമ്പ് തന്നെ ആ ഒരു മാടവും ആ മരവും നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പിക്ചർ പെർഫെക്റ്റ് സാധനമാണ്. അതൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും നമ്മളപ്പോൾ ഇനി കൊല്ലംകോടിൻ്റെ ഇൻറ്റീരിയർ കാണാൻ പോകണം. അതിന് മുമ്പ് നമ്മൾ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു സംഭവം കാണിച്ചിട്ട് അവിടെ നമ്മുടെ പാർട്ടിയുടെ പതാക പാറി കളിക്കുകയാണ്. പണ്ടത്തെ ഒരു പാട്ടുണ്ടല്ലോ, നമ്മൾ കൊല്ലുമല്ലോ, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. അപ്പോൾ ഈ വയലെല്ലാം മിക്കവാറും നമ്മുടെ പാർട്ടിയുടേതായി കാണാൻ സാധ്യതയുണ്ട്. അത്ര അഭിമാനത്തോടുകൂടിയാണ് നമ്മുടെ പാർട്ടിയുടെ പതാക അവിടെ പാറിക്കൊണ്ടിരിക്കുന്നത്. സഹ്യപർവ്വതത്തിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണാം. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ഈ കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷനൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടുപോകുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളും മറ്റും കാണുന്നത്. ഇപ്പോൾ നല്ല നട്ടുച്ച വെയിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറേ കൂടെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒന്നുകിൽ വെളുപ്പിനെ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ വന്നാലാണ് ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മല നിരകളെ സാക്ഷി നിർത്തി നമ്മുടെ വാഹനത്തിൻ്റെ 1 ലിറ്റർ TSI എഞ്ചിനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ധാരണയുണ്ട്, എന്താണ് ഈ ഒരു 1 ലിറ്റർ എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എഫിഷ്യൻസിയും അതുപോലെ തന്നെ പെർഫോമൻസൊക്കെ കുറവെന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെ പേടിക്കുകയേ വേണ്ട. കാരണം ഇത് ടർബോ ചാർജിങ്ങും ഉണ്ട്, ഡയറക്റ്റ് ഇഞ്ചക്ഷനും രണ്ടും കൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ലോവർ RPM-ൽ ഗംഭീരമായ വളരെ പഞ്ചിയറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്പോർട്ടിയുള്ള പെർഫോമൻസാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകളൊന്നും തന്നെ വേണ്ട. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ പറഞ്ഞ 2 കാര്യങ്ങളും ടർബോ ചാർജിങ്ങും അതുപോലെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉള്ളതുകൊണ്ട് മലിനീകരണം വളരെ കുറവാണ്. അതായത് വളരെ പ്രതിവിരുദ്ധമല്ലാത്ത എഞ്ചിൻ എന്നാണ് പറയേണ്ടത്. വളരെ ലോ RPM-ൽ ഗംഭീരമായ ഒരു പഞ്ച് കിട്ടുന്നുണ്ട്, നമുക്ക് എപ്പോഴും ഓടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ 1.5-ൽ നിന്നും പല വാഹന നിർമ്മാതാക്കളും 1 ലിറ്ററിലേക്കൊക്കെ ചൂട് മാറ്റുന്നത്. അതൊരിക്കലും പെർഫോമൻസിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എന്തായാലും TSI എഞ്ചിനുകളെന്ന് പറയുന്നത് ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനുകളാണ്. അതിലൊന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ടൈഗൂണിലും കാണുന്നത്. എന്തായാലും ഇത്രയൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സമ്മതിച്ചു കൊടുത്തത്. ഒന്ന് സസ്പെൻഷൻ, ഗംഭീരമായ സസ്പെൻഷൻ, കുറച്ചൊരു സ്റ്റിഫർ സൈഡാണ്, പക്ഷേ അത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്നുണ്ട്. കൂടാതെ എഞ്ചിൻ്റെ ഈ ഒരു സ്പോർട്ടി സ്വഭാവവും. പിന്നെ സേഫ്റ്റിയിലേക്ക് പോയാൽ പിന്നെ അറിയാമല്ലോ, ഫോക്സ് വാഗൺ ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്ന 40-ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ്, ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, മൾട്ടി കൊളീഷൻ ബ്രേക്ക്, ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം, പിന്നെ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക്, ഓവർ സ്പീഡ് വാർണിംഗ്, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സേഫ്റ്റിയുടെ ഒരു കേജിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് പറയേണ്ടത്.
എന്തായാലും അങ്ങനെ കൊല്ലങ്കോടിൻ്റെ ഭംഗി. നമുക്കിനിയിപ്പോൾ കൊല്ലങ്കോടിൻ്റെ ഗ്രാമങ്ങളൂടെ അങ്ങ് ഓടിച്ച് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ജലനിധി കാശ്മീരം ശുദ്ധജല വിതരണ സംഘം, കാശ്മീരോ അങ്ങനെ കാണുന്നുണ്ട്. കൊല്ലങ്കോടും കാശ്മീരുമായിട്ട് എന്തായിരിക്കും ബന്ധം എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും 45 കുടുംബങ്ങൾക്ക് ജലം വിതരണം ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടത്തേക്ക് ജലമൊക്കെ വളരെ പ്യൂറായിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് ഇനി ഒരു 43 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്, സീതാർക്കുണ്ട്. പക്ഷേ അവിടം വരെ പോകാൻ നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. പക്ഷേ പോകുന്ന വഴിയുള്ള കൊല്ലങ്കോടിൻ്റെ കാഴ്ചകൾ കൂടി കാണാം. പണ്ട് കാലത്ത് ഒരു ചുമട് താങ്ങിയാണ് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതായത് ആൾക്കാർ പണ്ട് ചുമടെടുത്തുകൊണ്ട് വരുമ്പോൾ അവർ നേരെ ചുമട് കൊണ്ടുവന്ന് അതിൻ്റെ തലയിലെ ചുമടെടുത്ത് നേരെ അതിലേക്ക് വയ്ക്കാം, എന്നിട്ട് താഴെ ഇരുന്ന് വിശ്രമിക്കാം. അതൊക്കെ അന്നത്തെ കാലത്ത് രാജാക്കന്മാർ കണ്ടുപിടിച്ച സംഭവങ്ങളായിരുന്നു തോന്നുന്നു. എന്തായാലും നമ്മൾ കൊല്ലങ്കോടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ സഹ്യവാദവും അതുപോലെ നല്ല ഭംഗിയുള്ള പുഴ, പിന്നെ ഭംഗിയുള്ള പോത്തുകൾ, നല്ല കരുത്തന്മാരായ പോത്തുകൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. എവിടെ വെച്ചാലും ഫ്രെയിമാണെന്നുള്ളതാണ് ക്യാമറ സന്തോഷിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഈ മരത്തിൻ്റെ ആ ഒരു നിൽപ്പ് കണ്ടോ, അതിൻ്റെ താഴെ ഇരിക്കുന്ന ആ വണ്ടി കണ്ടോ, അപ്പോൾ കൊല്ലങ്കോടിൻ്റെ മനോഹരമായ പ്രദേശങ്ങളിലൂടെയുള്ള നമ്മുടെ ആഘോഷമായ യാത്ര തുടരുകയാണ്. അതിൻ്റെ മുകളിൽ വീട് കണ്ടോ, ആ വീട് കുടിലെന്നൊക്കെ കാണുമ്പോൾ നമ്മളൊരു പാവപ്പെട്ട കുടിലെന്ന് വിചാരിക്കും. പക്ഷേ അതിൻ്റെ സൈഡിൽ ആ ഒരു ഇന്നോവ കിടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നൊരു ഹോം സ്റ്റേ പോലെയാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് ആ ഒരു കുടിൽ കണ്ടോ. ആ കുടിൽ മാത്രമല്ല, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വേലി കണ്ടോ, ശരിക്കും സിനിമ ലാൽ ജോസിൻ്റെ സിനിമയിലെ പാട്ട് സീനിൽ കാണുന്ന പോലത്തെ ഒരു വേലിയാണല്ലോ. ഇവിടെ വല്ല ആണോ മീശ മാധവനൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ രസമായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ എങ്ങനെ ഇന്നോവ കയറത്? ഇന്നോവ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ വീടിൻ്റെ സൈഡിലൊരു വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. എങ്ങനെയോ അതിൻ്റെ മുകളിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ചെറിയൊരു മല കയറി അവിടെ ഒരു ട്രാക്ടർ, അങ്ങനെ കാർഷിക ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം, നല്ലൊരു വ്യൂ അല്ലേ, രസമായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ പാലക്കാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്നൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് സത്യമാണ് കേട്ടോ. നെല്ലറ മാത്രമല്ല, എന്തെല്ലാം കൃഷികളാണ് ഇവിടെയൊക്കെ. പാലക്കാടുകാർ ശരിക്കും ബ്ലെസ്ഡാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ലെന ഇൻ്റർവ്യൂവിൽ ലെന പറയുന്നുണ്ട്, പാലക്കാടുകാരാണ് കേരളത്തിലെ ഏറ്റവും നല്ല മനുഷ്യർ, നല്ല നിഷ്കളങ്കരായ മനുഷ്യർ. പക്ഷേ ഞങ്ങൾ കോട്ടയംകാരാണ് ശരിക്കും നിഷ്കളങ്കർ. ലെന അങ്ങനെ ഹസ്ബൻഡ് പ്രശാന്ത് പാലക്കാടുകാരനായതുകൊണ്ട് പറഞ്ഞായിരിക്കും, പക്ഷേ കോട്ടയംകാരാണ് ഏറ്റവും നിഷ്കളങ്കർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബൈജു എന്നാണ്. അങ്ങനെ നമ്മുടെ ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കൊല്ലങ്കോടിൻ്റെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, നമ്മൾ കൊല്ലങ്കോട് കാണുക എന്നേ ഉദ്ദേശമുള്ളൂ. ആ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നതും. കൊല്ലങ്കോടിൻ്റെ ആ ഭംഗി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഇതിലൊക്കെ ഭംഗിയുള്ള സ്ഥലങ്ങൾ കൊല്ലങ്കോട് ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, കൊല്ലങ്കോടൊക്കെ ഈ പ്രദേശത്തേക്കുള്ളവർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളെപ്പോലെ ഈ സ്ഥലത്തോട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തവർക്ക് ഇനിയെങ്കിലും വന്ന് അത്തരം സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുണ്ട്, ഒരു കിടിലൻ സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു ആമ്പലല്ല, സോറി കേട്ടോ, താമരക്കുളം. ഇത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ കുളമാണ്. പക്ഷേ അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ. അതും ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ മലയിൽ എത്ര വെള്ളച്ചാട്ടമെന്നുണ്ടോ, സോ മെനി വെള്ളച്ചാട്ടംസ് ഉണ്ടോ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ കൊല്ലങ്കോടുകാരെല്ലാം വളരെ ഭാഗ്യം ചെയ്തവരാ കേട്ടോ. എന്ത് ഭംഗിയുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. പക്ഷെ കോട്ടയം മോശമല്ല.
അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട്. പൊള്ളാച്ചി 35, ഗോവിന്ദാപുരം, അതുപോലെ പുതുനഗരം 8.4. നമ്മളിപ്പോൾ ഇനി ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ മുതലമട എന്ന സ്ഥലത്തേക്ക് പോവാം. മുതലമട അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. ഒത്തിരി സിനിമകളിൽ ഉദാഹരണം വെട്ടമൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. വെട്ടത്തിലൊക്കെ അഭിനയിച്ച റെയിൽവേ സ്റ്റേഷനാണ്. എന്ന് തന്നെയല്ല, അതിന് പ്രത്യേകത അത് പല സംസ്ഥാനത്തെയും റെയിൽവേ സ്റ്റേഷനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനായിട്ട് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലെയും റെയിൽവേ സ്റ്റേഷനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് കാണാം എന്നൊരു ലക്ഷ്യം ഉണ്ട്. അതിനുവേണ്ടി പോവാണ്. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് 6.1 കിലോമീറ്ററാണ് മുതലമട കാണിക്കുന്നത്. എന്തായാലും അതുകൂടെ കണ്ടിട്ട് അവസാനിപ്പിക്കാം നമ്മുടെ ഈ ഒരു യാത്ര. അപ്പോൾ എന്തായാലും മുതലമട എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിക്കണം. ഈ കുഴിമന്തി ഒന്നും അല്ലാത്ത എന്തെങ്കിലും നല്ല മനുഷ്യൻ കഴിക്കാൻ കൊള്ളാവുന്ന സാധനം കഴിക്കാമെന്ന് വിചാരിച്ചാണ് നോക്കുന്നത്. ഈ കുഴിമന്തി എന്ന് പറയുന്നത് മനുഷ്യനെ കുഴിയിലേക്ക് മന്ദം തള്ളിവിടുന്ന സാധനമാണെന്നാണല്ലോ. അപ്പോൾ എന്തായാലും ഉടനെ ഒന്നും കുഴിയിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും സാമാന്യം ഭേദപ്പെട്ട മറ്റെന്തെങ്കിലും ആഹാരം കഴിക്കാം. അപ്പോൾ നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മുതലമട റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. മുതലമട എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഏറ്റവും അധികം മലയാള സിനിമകൾ ചിത്രീകരിച്ച റെയിൽവേ സ്റ്റേഷനാണ്. 30-ലധികം മലയാള സിനിമയല്ല, 30-ലധികം സിനിമകൾ. അതിൽ കന്നഡയുണ്ട്, ഹിന്ദിയുണ്ട്, തെലുങ്കുണ്ട്, തമിഴുണ്ട്, മലയാളമുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത, ഇത് ഈ ഒരു റൂട്ടിലെ കേരളത്തിലെ അവസാനത്തെ സ്റ്റേഷനാണെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ പൊള്ളാച്ചിയാണ് അടുത്ത സ്റ്റേഷൻ. അത് തമിഴ്നാട്ടിലെത്തിക്കഴിഞ്ഞു. 1898 സ്ഥാപിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഈ ഒരു വീടിന് തൊട്ടടുത്താണ് പറമ്പിക്കുളമൊക്കെ. ആ പറമ്പിക്കുളം, അതുപോലെ നെല്ലിയാമ്പതി, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ കാർഷിക വിഭവങ്ങൾ പല സ്ഥലത്തേക്കും, പല സ്ഥലം എന്ന് വെച്ചാൽ അതാ ലണ്ടനിലേക്കായിരിക്കും, അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്ഥാപിച്ചതാണ് ഈ ഒരു റെയിൽവേ ലൈൻ ഈ ഒരു പ്രദേശത്ത്. അപ്പോൾ അന്ന് തൊട്ടേ ഇതിവിടെ ഉണ്ട്. ഈ സ്റ്റേഷനിൽ ഏറ്റവും മനോഹരമായൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ഈ ആൽമരങ്ങളാണ്. ആൽമരങ്ങളുടെ മൊത്തത്തിൽ അതിൻ്റെ വേരെല്ലാം തൂങ്ങിക്കിടക്കും. ഇതൊക്കെയാണ് നിങ്ങൾ പല സിനിമകളിലും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് മേഘം, വെട്ടം, പിന്നെ ബ്ലസ്സിയുടെ ആടുജീവിതം, ഹൃദയം, പിന്നെ അൻപേശിവം, കമലഹാസൻ്റെ അൻപേശിവം, പിന്നെ ഒരു യാത്രാമൊഴി. അതിലൊക്കെ ലാസ്റ്റ് സീനൊക്കെ ഇവിടെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ശിവാജി ഗണേശനും മോഹൻലാലൊക്കെയുള്ള ലാസ്റ്റ് സീൻ. പിന്നെ സത്യരാജൻ്റെ തമിഴ് പടങ്ങൾ, തെലുങ്ക് പടങ്ങൾ, കുർണൂൽ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിട്ട് ഇത് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സിനിമ കണ്ടത്. പക്ഷേ കുറച്ച് പഴയ സിനിമയാണ്. അങ്ങനെ മലയാള സിനിമയുടെയും സൗത്ത് ഇന്ത്യൻ സിനിമയുടെയും ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ മാറിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ അധികം ട്രെയിനൊന്നും നിർത്താനില്ലാത്തതുകൊണ്ട് ശല്യമില്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്ത് പോകാം. പിന്നെ ഒരു മൂലയാണല്ലോ, എന്താ ഒരു മൂല ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന സ്ഥലമായതുകൊണ്ട് മറ്റ് ശല്യങ്ങളൊന്നുമില്ല. എന്തായാലും ഈ ഒരു സ്റ്റേഷൻ്റെ ഒരു പരിശുദ്ധി നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പല സിനിമകളും ഓർമ്മയുണ്ടാവും. അതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. 30-ലധികം സിനിമകളാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഈ മരങ്ങൾ വെട്ടാനൊക്കെ എന്താ ശ്രമം നടക്കുകയും ജനങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കി അത് വെട്ടിച്ചില്ല. അല്ലെങ്കിൽ ഇതെല്ലാം വെട്ടിപ്പോകാനാണ്. കാരണം അത്തരം കാര്യങ്ങളൊന്നും റെയിൽവേക്കൊന്നും ഒരു ശ്രദ്ധയില്ലല്ലോ. ഭംഗി നിലനിർത്തുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടെ 2-3 ഫാമിലികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അതിലൊരു ഫാമിലി നമ്മൾ എന്നാന്നുകൊണ്ട് പരിചയപ്പെട്ടവർ ലണ്ടനിലാണ്. അവരുമൊക്കെ ഈ ഒരു സ്റ്റേഷനെ പറ്റി കേട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ റീലുകളൊരു മെയിൻ സ്ഥലമാണ്. എല്ലാവരും വന്ന് റീലെടുക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ കയറാൻ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുത്തു. 20 രൂപയ്ക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താണ് കയറിയത്. ഇപ്പം 3:10 5 മണിക്കാണ് ഇവിടെ അടുത്തൊരു ട്രെയിൻ നിർത്തുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ മറ്റാരും വരാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ അങ്ങനെ പ്രശാന്തസുന്ദരമായ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് യാത്ര അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമ്മളെ കാത്ത് നമ്മുടെ ഫോക്സ്വാഗൺ ടൈഗൺ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാം. അപ്പോൾ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് മംഗലം ഡാം, കൊല്ലങ്കോട്, മുതലമട റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചുള്ള നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. നമ്മുടെ യാത്രാ രഥം ഫോക്സ്വാഗൺ ടൈഗൺ 1 ലിറ്റർ TSI എഞ്ചിൻ മോഡലാണ്. ഞാനങ്ങനെ വലിയ ഓവർ സ്പീഡിലൊന്നും അല്ല ഓടിച്ചത്. ഹൈവേകളിൽ പോലും ഒരു മിതത്വം പാലിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു ആവറേജ് മൈലേജ് 20-നടുത്ത് കിട്ടിയെന്നുള്ളത് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത്രയും മൈലേജ് കിട്ടുകയുണ്ടായെന്നുള്ളതാണ് ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം. പിന്നെ മറ്റ് ഒരു തരത്തിലും ഒരു കുറ്റവും പറയാനില്ല. എന്തായാലും 1 ലിറ്റർ എഞ്ചിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന നെഗറ്റിവിറ്റികളൊന്നും ഈ വാഹനത്തിനില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ലോങ് ഡ്രൈവിൽ മനസ്സിലാക്കിയ കാര്യം. കാരണം ഞാനിതൊക്കെ മീഡിയ ഡ്രൈവിനൊക്കെ കുറച്ച് ദൂരമൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ദീർഘദൂരം ഓടിക്കുന്നത് ഇപ്പോഴാണ്. എന്തായാലും വളരെ റെസ്പോൺസീവായ എഞ്ചിൻ, ഗംഭീരമായ സസ്പെൻഷൻ, അതുപോലെ തന്നെ വളരെ മികച്ച കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻറ്റീരിയർ, പിന്നെ ഒരു കേജ്, ഒരു സേഫ്റ്റി കേജിലിരിക്കുന്ന സുഖം, അത്തരം കാര്യങ്ങളെല്ലാം
ഈ ഒരു വാഹനം തരുന്നുണ്ട്. ഫോക്സ് വാഗനെ പറ്റി അതിനപ്പുറത്തേക്ക് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു ദിവസത്തെ സന്തോഷം തീർച്ചയായിട്ടും നമുക്ക് സമ്മാനിച്ചത് ഫോക്സ് വാഗൺ ടൈഗൂൺ TSI ആണ്. അപ്പോൾ അദ്ദേഹത്തുള്ള നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഉണ്ടെല്ലാവർക്കും നന്ദി. ബൈ.